ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടിയുണ്ടാകുന്നു. വിചാരണ കോടതി വിധി ഹൈക്കോടതി ശരിവച്ചിരിക്കുകയാണ്. വിധി ചോദ്യം ചെയ്ത് പ്രതികൾ നൽകിയ അപ്പീൽ തള്ളിയിരിക്കുകയാണ്. പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ അപ്പീൽ 26-ന് കോടതി പരിഗണിക്കും. അതുപോലെ ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന അതുമായി ബന്ധപ്പെട്ടുള്ള വിവരം കെ കൃഷ്ണനും ജ്യോതി ബാബുവിനും 26-ന് കോടതിയിൽ ഹാജരാകണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രണ്ടുപേർക്കുമുള്ള ശിക്ഷ അന്ന് വിധിക്കും. കെ രമയുടെ പ്രതികരണം നമ്മൾ കണ്ടു. അന്ന് സംഭവം നടക്കുമ്പോൾ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ പ്രതികരണം നമ്മൾ കണ്ടു. ഹൈക്കോടതി വിധിയിൽ കൃത്യം, ഒരു ദൃക്സാക്ഷി പോലും ഇല്ലാതിരുന്ന കേസിൽ അന്നത്തെ പോലീസ് നടത്തിയ അന്വേഷണം അഭിമാനകരം എന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിക്കുന്നത്. നിയമപോരാട്ടം വിജയം കണ്ടു. പി മോഹൻ ഉൾപ്പെടെയുള്ളവരെ വെറുതെ വിട്ടതിനെതിരെ ആ നടപടിക്കെതിരെ നിയമപോരാട്ടം തുടരും എന്നാണ് കെ രമ പ്രതികരിച്ചത്. ശ്രീകാന്ത് തുടരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യത്തിൽ പങ്കെടുത്തവർ എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക്, പ്രാദേശിക തലത്തിലുള്ള ഗൂഢാലോചന എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക്, അതിൻ്റെ ഉന്നത നേതാക്കളുമായി ബന്ധപ്പെട്ട്, ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണം, അതിലേക്ക് കൃത്യമായ അന്വേഷണം പോയില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കോടതിക്ക് മുന്നിലേക്ക് എത്തിയില്ല എന്നുള്ളൊരു പരാതിയല്ല, അങ്ങനെ ഒരു അഭിപ്രായം കൂടി കെ രമയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. വിവരങ്ങൾ എന്താണ് ശ്രീകാന്ത്? ഇതിന്റെ നാൾ വഴിയിലേക്ക് പോവുകയാണെങ്കിൽ വടകരയ്ക്കടുത്ത് വള്ളിക്കാട് വെച്ച് 2012 മെയ് 4-നാണ് RMPയുടെ സ്ഥാപക നേതാവ് കൂടിയായ TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നത്. ഒരു സംഘം ആളുകൾ ബോംബെറിഞ്ഞ് വീഴ്ത്തിയ ശേഷം അദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. വിചാരണയ്ക്ക് ശേഷം 2014 MC അനൂപ്, കിർമാണി മനോജ്, കുടിസുനി, TK രജീഷ്, CPIM പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന PK കുഞ്ഞനന്ദൻ എന്നിവരടക്കം 11 പ്രതികളെ ജീവപര്യന്തം തടവിനും കണ്ണൂർ സ്വദേശി ലെമ്പു പ്രദീപിനെ 3 വർഷത്തെ തടവ് ശിക്ഷയ്ക്കും കോടതി വിധിക്കുകയുണ്ടായി. അത് വിചാരണ കോടതി വിധിക്കുകയുണ്ടായി. 36 പ്രതികൾ ഉണ്ടായിരുന്ന കേസിൽ CPIM നേതാവായ P മോഹൻ ഉൾപ്പെടെ 24 പേരെ കോടതി വിട്ടയക്കുകയും ചെയ്തു. ശിക്ഷ അനുഭവിക്കുന്നതിനിടെ PK കുഞ്ഞനന്ദൻ 2020 ജൂണിൽ മരിക്കുകയും ചെയ്തു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ CPIMന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ, ഈ പ്രാദേശിക തലത്തിലുള്ള നേതാക്കളൊക്കെ തന്നെ ഇതിൽ പ്രതിപ്പട്ടികയിലേക്ക് ആദ്യഘട്ടം മുതൽ പേര് ഉൾപ്പെടുകയുണ്ടായിരുന്നു. അതിൽ P മോഹനൻ, CPIMന്റെ ജില്ലാ സെക്രട്ടറി, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹൻ ആയിരുന്നു അതിൽ ഏറ്റവും പ്രധാനി. തൊട്ടു താഴെ PK കുഞ്ഞനന്ദൻ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണൂരിലെ CPIMന്റെ പ്രബലനായിരുന്ന നേതാവ് കൂടിയാണ്. കെ കൃഷ്ണൻ മുൻ ഒഞ്ചിയം ഏരിയ സെക്രട്ടറിയാണ്. ഈ കെ രമ അല്പസമയം മുമ്പ് പറഞ്ഞതുപോലെ TP കൊല്ലപ്പെടും മുമ്പ് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിൽ TPയുടെ തല പൂക്കുല പോലെ ചിതറിക്കും എന്ന് പരസ്യമായി പ്രസംഗിച്ചയാൾ കൂടിയാണ് കെ കൃഷ്ണൻ, മുൻ ഒഞ്ചിയം ഏരിയ സെക്രട്ടറി എന്ന് കെ രമ അല്പസമയം മുമ്പ് പറയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ജ്യോതി ബാബു ഇത്തരത്തിൽ CPIMന്റെ ഗൂഢാലോചന തെളിയിക്കുന്ന, CPIM നേതാക്കളുടെ നേരിട്ടുള്ള പങ്ക് തെളിയിക്കുന്ന രീതിയിൽ എല്ലാ തെളിവുകളും ഉണ്ട് എന്ന് കെ രമയടക്കം വാദിച്ചിരുന്നു. ഇതിൽ P മോഹനെതിരായ ഗൂഢാലോചനാവാദം തെളിയിക്കാൻ സാധിച്ചില്ല കെ രമയ്ക്ക്. പ്രോസിക്യൂഷനും അത് സാധിക്കുകയുണ്ടായില്ല. കോടതി മുമ്പാകെ അതിന് തക്ക തെളിവുകൾ എത്തിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ മറ്റുള്ളവർ, PK കുഞ്ഞനന്ദന്റെ ശിക്ഷ ശരിവെച്ചു, അദ്ദേഹം മരണപ്പെട്ടു. അതിനാൽ ആ ശിക്ഷാവിധിക്ക് ഇനി വലിയ കാര്യമാത്ര പ്രസക്തിയില്ല. 2, ഒഞ്ചിയം ഏരിയ സെക്രട്ടറി കെ കൃഷ്ണൻ നേരത്തെ വെറുതെ വിട്ട ആളാണ്. ഇദ്ദേഹത്തിന് ഇപ്പോൾ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ വെറുതെ വിട്ട നടപടി റദ്ദാക്കിയിരിക്കുന്നു. ജ്യോതി ബാബുവും CPIMന്റെ കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാവാണ്. ജ്യോതി ബാബുവിനെ വെറുതെ വിട്ട നടപടിയും ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. ജ്യോതി ബാബുവിനെതിരെയും ശിക്ഷാ നടപടി ഉണ്ടാകും കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ ഈ 2 പ്രതികളോടും 26-ാം തീയതി കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് ശിക്ഷ വിധിക്കും. ബാക്കി 10 പ്രതികൾ ജയിലിലാണ്. അവരെ കോടതി മുമ്പാകെ ഹാജരാക്കാൻ സർക്കാരിന് പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഈ പ്രതികളെ കോടതി മുമ്പാകെ ഹാജരാക്കിയ ശേഷമായിരിക്കും 10 പേർക്ക് അവർക്കെതിരായി വന്നിട്ടുള്ള ആ വിധി പ്രസ്താവം അവരെ വായിച്ചു കേൾപ്പിക്കും. മറ്റ് 2 പ്രതികൾക്കുള്ള ശിക്ഷ വിധിക്കുകയും ചെയ്യും. അതിനപ്പുറത്തേക്ക് CPIM ഉന്നത നേതാക്കളുടെ ഗൂഢാലോചനയിലേക്ക് എത്തിച്ചേരാൻ, അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കുന്ന തരത്തിലേക്ക് തെളിവുകൾ കോടതി മുമ്പാകെ എത്തിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല. അത് ആദ്യഘട്ടം മുതൽ തന്നെ, ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഉയർന്നു കേട്ട ആരോപണമാണ്, വിവാദമായതാണ്. പക്ഷേ ഇക്കുറി ഹൈക്കോടതിയിൽ വരുമ്പോഴും ഒരു ആക്ഷേപത്തിന് മാറ്റമില്ല. ഉന്നത നേതാക്കളിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല. P മോഹൻ അടക്കമുള്ളവരെ വെറുതെ വിട്ട നടപടി ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നു.
ശ്രീകാന്ത്, ഈ പി മോഹനെ വെറുതെ വിട്ട നടപടി അതിനെതിരെ നിയമപോരാട്ടം തുടരും എന്നാണ് കെ രമയുടെ പ്രതികരണം. ഇപ്പോഴിതാ എൻ വേണുവിൻ്റെ പ്രതികരണം കൂടി പുറത്തു വരുന്നുണ്ട്. RMP അപ്പീൽ ഒരു പരിധിവരെ ശരിവെച്ചു. പി മോഹനിലേക്ക് കേസ് അടുക്കുന്നു. സുപ്രീം കോടതിയെ സമീപിക്കും. ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കുമെന്നുള്ളതാണ് നിലപാട്. വിവരങ്ങൾ ശ്രീകാന്ത്. നിലവിലിപ്പോൾ എൻ വേണുവിൻ്റെ ഈ പ്രസ്താവന, അത് എൻ വേണുവിൻ്റെ പ്രസ്താവന വരുന്നതിന് മുൻപ് തന്നെ കെ രമ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. പി മോഹനെ വെറുതെ വിട്ട നടപടിക്കെതിരെ അപ്പീൽ പോകും എന്ന് കെ രമ തന്നെ ഇക്കാര്യത്തിൽ ഹൈക്കോടതിക്ക് മുന്നിൽ വെച്ച് മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ അവർ വ്യക്തമാക്കിയതാണ്. ഈ പി മോഹൻ ഈ കേസിലെ CPIMന്റെ ഉന്നതതല ഗൂഢാലോചനയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് എന്ന് കെ രമ ആരോപിക്കുന്നു. നിയമ നടപടികൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇതുവരെ തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയെന്ന് ഹൈക്കോടതിയിൽ തെളിഞ്ഞിരിക്കുന്നു. ഈ ഗൂഢാലോചന കാര്യമായി തെളിയിക്കുന്നതിന് പലപ്പോഴും സാധിക്കാറില്ല. അതിൻ്റെ ആനുകൂല്യം പി മോഹന് ഹൈക്കോടതിയിലും കിട്ടി എന്നാണ് കെ രമ പറഞ്ഞു വെച്ചത്. ആ സമാനമായ കാര്യം തന്നെയാണ് എൻ വേണുവിൽ നിന്നും വന്നിട്ടുള്ളത്. TP കേസിൽ ഒരു പരിധിവരെ വിജയിച്ചു എന്ന് അവർ കണക്ക് കൂട്ടുന്നു. പക്ഷേ പി മോഹനെ വെറുതെ വിട്ടത് അവരെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ്. അവർ പ്രതീക്ഷിച്ചിരുന്നത് പി മോഹനെതിരായി ഹൈക്കോടതിയിൽ നിന്നും ഉത്തരവുണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ അതുണ്ടായില്ല. അതിനെതിരെ നിയമ നടപടികളുമായി പോകും എന്നാണ് RMP നേതൃത്വം പറയുന്നത്. കെ രമ പറയുന്നത് സുപ്രീം കോടതിയിലേക്ക് പോകുന്നതിനുള്ള എല്ലാ അവസരവും ഇവർക്കുണ്ട്. അത് ഈ പ്രതികൾക്കും അത്തരമൊരു അപ്പീൽ അവസരമുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രതികൾ സ്വാഭാവികമായും അപ്പീലിന് പോകാനുള്ള സാധ്യത കൂടുതലാണ്. കെ കൃഷ്ണൻ മുൻ ഒഞ്ചിയം ഏരിയ സെക്രട്ടറി പ്രധാനപ്പെട്ട നേതാവാണ്. ജ്യോതി ബാബു CPIMന്റെ പ്രധാനപ്പെട്ട നേതാവാണ്. ഇവർക്ക് വേണ്ടിയെല്ലാം തന്നെ സ്വാഭാവികമായും സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോവുക എന്നുള്ളത് സ്വാഭാവികമായ നടപടിക്രമമായി മാറും. ഒപ്പം തന്നെ പി മോഹനെ വെറുതെ വിട്ടതിനെതിരെ കെ രമയും അതോടൊപ്പം തന്നെ RMPയും പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അങ്ങനെ ഈ വിഷയത്തിൽ നിയമ പോരാട്ടം മുന്നോട്ട് പോകും, അത് തുടരും എന്ന് തന്നെയാണ് RMP നേതൃത്വം വ്യക്തമാക്കുന്നത്. ശ്രീകാന്ത്, ഇതിൻ്റെ ഉന്നതതല ഗൂഢാലോചനയിലേക്ക് വേണ്ട രീതിയിൽ എത്തിയില്ല എന്നൊക്കെ പറയുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് അക്കാലത്ത് നടന്ന അന്വേഷണം, തിരുവഞ്ചൂരിൻ്റെ പോലീസ് നടത്തിയ അന്വേഷണം, അവരുടെ ഭാഗത്തു നിന്നുണ്ടായ നീക്കങ്ങൾ, അതൊക്കെ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിധിയോട് നമ്മൾ ചേർത്ത് പറയേണ്ടതല്ലേ ശ്രീകാന്ത്? സ്വാഭാവികമായും അങ്ങനെ വേണമെങ്കിൽ പറയാം. ഈ PK കുഞ്ഞനന്ദൻ ഈ കേസിലെ പ്രതിയാവുകയും ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് തന്നെ CPIMനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിരുന്നു ആ ഒരു ഘട്ടത്തിൽ. കാരണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കെ ഈ കേസിൽ കാര്യക്ഷമമായ അന്വേഷണം നടത്തി എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞ കാര്യവും അത് തന്നെയാണ്. പി മോഹനെ വെറുതെ വിട്ട വിഷയത്തിൽ, അത് നേരത്തെ വിചാരണ കോടതി പി മോഹനെ വെറുതെ വിട്ടതാണ്, അത് ഹൈക്കോടതിയിലും സംഭവിച്ചു, അതിനപ്പുറത്തേക്ക് പ്രതികരിക്കാനില്ല എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നുണ്ട്. കൂടുതലായി താൻ ഇപ്പോഴൊന്നും പറയുന്നില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ അന്ന് തന്നെ ഇതിൽ പി മോഹൻ അടക്കമുള്ളവരെ ഒഴിവാക്കി എന്ന തരത്തിൽ ആക്ഷേപം ഉയർന്നിരുന്നു. കെ രമ തന്നെ ഇക്കാര്യത്തിൽ വലിയ ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ചില ഗൂഢാലോചന ഇവരെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി നടന്നു എന്നൊക്കെ ആക്ഷേപങ്ങൾ ഉയർന്നതുമാണ്. പക്ഷെ PK കുഞ്ഞനന്ദൻ അത് പുറമേക്ക് വലിയ തോതിൽ സാധാരണ കേട്ടിട്ടില്ലാത്ത പേരാണെങ്കിൽ പോലും CPIMനെ സംബന്ധിച്ചിടത്തോളം PK കുഞ്ഞനന്ദൻ കണ്ണൂരിൽ പ്രധാനപ്പെട്ട നേതാവാണ്, അവരുടെ പ്രബല നേതാവാണ്. അദ്ദേഹം ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് തന്നെ അവർക്ക് വലിയ തിരിച്ചടിയായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും നേതാക്കളെ, CPIM നേതാക്കളെ രക്ഷിക്കാൻ ഗൂഢാലോചന നടന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അന്ന് UDF സ്വീകരിച്ചിരുന്നത് ഈ PK കുഞ്ഞനന്ദൻ ഉൾപ്പെടെയുള്ളവരെ ശിക്ഷിച്ചു എന്നുള്ളതാണ് പ്രതിരോധമായി ഉയർത്തിയിരുന്നത്. ഇന്നിപ്പോൾ കെ കൃഷ്ണൻ മുൻ ഒഞ്ചിയം ഏരിയ സെക്രട്ടറി ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി, ജ്യോതി ബാബു ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇതെല്ലാം തന്നെ ഒരു തരത്തിലുള്ള ഗൂഢാലോചനയും ഇതിൽ ഉണ്ടായിരുന്നില്ലെന്നും പോലീസ് കാര്യക്ഷമമായി അന്വേഷിച്ചതിന് തെളിവാണെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അന്നത്തെ ആഭ്യന്തരമന്ത്രി, വീണ്ടും അദ്ദേഹം ആവർത്തിച്ച് അടിവരയിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴും RMP തൃപ്തരല്ല, കെ രമ തൃപ്തരല്ല എന്നവരുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. അവർ ഒരു പരിധിവരെ തൃപ്തരാണ്, പക്ഷേ ഈ പി മോഹനെ വെറുതെ വിട്ട നടപടിയിൽ അവർ തൃപ്തരല്ല എന്ന് കെ രമയും വ്യക്തമാക്കുന്നു. എൻ വേണുവും ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകും, അപ്പീൽ നൽകും എന്നുള്ളതാണ് അവരുടെ നിലപാട്. പ്രതികളായ MC അനൂപ്, കിർമാണി മനോജ്, കൊടിസുനി, TK രജീഷ്, മുഹമ്മദ് ഷാഫി, സിജിത്ത്, K ഷിനോജ്, KC രാമചന്ദ്രൻ,
മനോജ്, അതുപോലെ PK കുഞ്ഞനന്ദൻ, റഫീഖ് എന്നീ പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിരുന്നു. 2014 ആണ് ശിക്ഷ വിധിക്കുന്നത്. PK കുഞ്ഞനന്ദൻ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരുന്നതിനിടെ 2020 ജൂണിലാണ് മരിക്കുന്നത്. 36 പ്രതികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. അതിൽ CPIM നേതാവ് P. മോഹൻ ഉൾപ്പെടെ 24 പേരെ കോടതി പിന്നീട് വിട്ടയക്കുന്നത് നമ്മൾ കണ്ടു. 12 പ്രതികളാണ് ശിക്ഷാവിധിക്കെതിരെ അപ്പീൽ നൽകിയത്. പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണം എന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷനും ഈ കേസിൽ അപ്പീൽ നൽകിയിരുന്നു. P. മോഹൻ ഉൾപ്പെടെയുള്ളവരെ വിട്ടയച്ചതിനെതിരെയായിരുന്നു KK രമയുടെ അപ്പീൽ. P. മോഹനെ വിട്ടയച്ച നടപടി ശരിവെക്കുന്നുണ്ട് ഹൈക്കോടതി. അതിനെതിരെ നിയമപോരാട്ടം തുടരും എന്നാണ് KK രമ വ്യക്തമാക്കുന്നത്. എന്തായാലും TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു.